പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെയൊക്കെ ഏറെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് ഗോവൻ്റെ കൊല്ലകുന്നേൽ അനുവച്ചൻ മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ നമുക്കുണ്ടായത്. അച്ഛനെ സെമിനാരിയിൽ പ്രവേശിച്ച കാലഘട്ടം മുതലേ അറിയുന്നൊരു വ്യക്തിയാണ് ഞാൻ. സെമിനാരിയിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ വളരെ പ്രത്യേകമായിട്ട് അച്ഛൻ തൻ്റെ ദൈവശാസ്ത്രം പഠിക്കുവാനായിട്ട് കുന്നോത്ത് സെമിനാരിൽ വന്നത് അച്ഛന് ക്ലാസ് എടുക്കാനുള്ള ഒരു അവസരവും എനിക്ക് ലഭിക്കുകയുണ്ടായി. തുടർന്ന് വിവിധ ഇടവുകളിലൊക്കെ സേവനം ചെയ്യുമ്പോഴും ചിലപ്പോഴൊക്കെ മാനന്തവാടി വരുമ്പോൾ അച്ഛനെ കാണാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അനുവച്ചനെ ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. അനുവച്ചൻ ശരിക്കും മാനന്തവാടി രൂപതയ്ക്കും നമ്മുടെ സഭയ്ക്കും ദൈവം തന്ന ഒരു ദാനമായിരുന്നു. ഗൂഡല്ലൂരിൻ്റെ നീലഗിരിയുടെ മലമിടുക്കൽ നിന്ന് ലഭിച്ച ഒരു ദൈവവിളിയാണ് കുന്നലാടിയുടെ പേരിലും. നല്ല മാതാപിതാക്കൾ, നല്ല കുടുംബം എല്ലാം ഓർക്കുകയാണ്. അവർക്ക് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുടുംബത്തിൽ നിന്ന വ്യക്തിയായതുകൊണ്ട് സാധാരണക്കാരെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും അവരോട് ഇടപെടാനൊക്കെ അനുവച്ചൻ പ്രത്യേകം സാധിക്കുമായിരുന്നു. അനുവച്ചൻ പഠിച്ചിരുന്ന കാലത്തും ജോലി ചെയ്യുന്ന കാലഘട്ടങ്ങളിലൊക്കെയും ദൈവത്തിനേറെ പ്രിയപ്പെട്ടവനായിരുന്നു. അതുപോലെയാണ് അച്ഛൻ ജീവിച്ചത്. നല്ല വിശുദ്ധമായ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു. മാത്രമല്ല മനുഷ്യരോട് നന്നായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഏറ്റക്കുറച്ചുകളില്ലാതെ പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ പറ്റി കൂടുതൽ കരുതലും ശ്രദ്ധയുള്ളവരായിട്ട് അദ്ദേഹം ഇടപെട്ടിരുന്നു. പഠന കാലഘട്ടങ്ങളിലും സെമിനാർ പഠിക്കുമ്പോഴൊക്കെയും ഡിഗ്രിയും PGയും പിന്നീട് വ്യത്യസ്ത മേഖലകളിലൊക്കെ പഠിക്കാനുള്ള ഏറെ താല്പര്യവും അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. അതെല്ലാം ഓർത്ത് പലപ്പോഴും അഭിമാനം കൊണ്ടിട്ടുണ്ട്. ഇവ രോഗം പെട്ടെന്ന് പിടിപെട്ടു. അച്ഛൻ ന്യൂമോണിയ ബാധിച്ചു. ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടായി. പെട്ടെന്ന് നമ്മളോട് വിട പറയുമ്പോൾ നമുക്ക് വലിയൊരു നഷ്ടമാണ് മാനന്തവാടി രൂപതയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ദൈവത്തിൻ്റെ പ്ലാനിനും ദൈവത്തിൻ്റെ പദ്ധതിക്കും നമുക്കെതിരെ നിൽക്കാൻ പറ്റുകയില്ലോ. ആമേൻ പറയേണ്ടി വരുന്നു. ദൈവഗീതത്തിന് നമുക്ക് കീഴ്പ്പെടാം. ഞാൻ ഈ അവസരത്തിൽ അച്ഛൻ്റെ മരണം മൂലം വേദനിക്കുന്ന പ്രിയമുള്ള മാതാപിതാക്കളെയും സഹോദരങ്ങളെ ഓർക്കുകയാണ്. അവരെ ഓർക്കുന്നു, അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം മാനന്തവാടി രൂപതയിലെ അഭിമുഖ പിതാക്കന്മാരോടും രണ്ടാളച്ചന്മാരോടും വൈദികരോടും ഇവിടുത്തെ സമർപ്പിച്ച സമൂഹത്തോടും ഇവിടുത്തെ ആത്മായ സമൂഹത്തോടും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി അവർക്ക് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ വേർപാട് ദുഃഖിക്കുന്നു. നിങ്ങളെല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. നമുക്ക് അച്ഛനെ ദൈവകരങ്ങളിൽ കേൾപ്പിക്കാം. അച്ഛൻ മുഖേന നമുക്ക് ലഭിച്ച കൃപകൾക്ക് നന്ദി പറയുന്നതിനോടൊപ്പം നിത്യജീവൻ നൽകി അച്ഛനെ ദൈവം അനുഗ്രഹിക്കുമെന്ന് നമുക്ക് സംശയിക്കേണ്ടതില്ല. എന്നാലും നമുക്ക് അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ നിലനിൽക്കാട്ട്.